നമ ശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും പ്രഭാത വന്ദനം. ഗീതാഹൃദയത്തിലേക്ക് സ്വാഗതം. ശോഷണം ഭവസിന്ധോശ്ച പ്രാപണം സാരസമ്പദ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാഖ്യയോഗം അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ 46-ാം ശ്ലോകമാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. ഭഗവാൻ അർജുനന് യോഗദർശനത്തെപ്പറ്റി പറയുന്നു, കർമ്മയോഗത്തെപ്പറ്റി പറയുന്ന ഭാഗമാണ്. തുടർന്ന് വരുന്ന ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വ കർമ്മണി. ഈ ശ്ലോകം കർമ്മത്തിൽ തന്നെയാണ് തീർച്ചയായും നിൻ്റെ അധികാരം നിറഞ്ഞു നിൽക്കുന്നത്. ഒരിക്കലും നീ ഫലത്തിലല്ല, നീ സ്വയം കർമ്മഫലത്തിൻ്റെ മഹത്വം, കർമ്മഫലത്തിൻ്റെ ഹേതുവാകാൻ ശ്രമിക്കരുത്. അതേപോലെ കർമ്മം ചെയ്യാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമാകരുത്. കർമ്മം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. 9 ശ്ലോകത്തിൽ വിജ്ഞാനിയായ ബ്രാഹ്മണന് മുക്തിസാധനമായ കർമ്മത്തിൽ നിന്ന് ഭിന്നമായി മറ്റ് കർമ്മങ്ങളൊന്നും ആവശ്യമില്ലെന്ന് സംശയിക്കുന്നവരുണ്ടാകാം. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രാഹ്മണൻ്റെ കർമ്മത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. ത്രിഗുണങ്ങളിൽ പെടുന്നതാണല്ലോ കർമ്മങ്ങൾ. സത്വരജസ് തമോ ഗുണങ്ങളിൽ പെടുന്ന കർമ്മങ്ങൾ, ആ എല്ലാ ഗുണങ്ങളിലും പെടുന്ന കർമ്മങ്ങളുണ്ട്. ആ ത്രിഗുണങ്ങളിൽ നിന്ന് ഉയരണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കർമ്മങ്ങൾ വേണ്ടെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന ചിന്തയിലാണ് ഈ ശ്ലോകം ഭഗവാൻ അവതരിപ്പിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം വേദത്തിലുള്ളത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം യജുർവേദം പറയുന്നത്, കർമ്മത്തെപ്പറ്റി പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ ഏവം ത്വയി നാന്യത്തേധോസ്തി ന കർമ്മലിപ്യതേ നരേ. യജുർവേദത്തിലെ 40-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിലാണ് ഇത് വരുന്നത്. അതായത്, മനുഷ്യർ ഈ ലോകത്ത് കർമ്മം ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കാൻ ഇച്ഛിക്കുക. കർമ്മം ചെയ്യാതെ ഒരു മനുഷ്യനും ജീവിക്കുക സാധ്യമല്ല. സ്വകർമ്മങ്ങൾ ചെയ്തു ജീവിക്കണമെന്ന്, സ്വകർമ്മം ചെയ്യണമെന്ന് അർജുനനോട് ഭഗവാൻ 2 ശ്ലോകങ്ങൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു. ഏതൊരു നേരത്തും കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ട് 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ കർമ്മലേപനം ഇല്ലാതെ വേണം ഇത് ചെയ്യുവാൻ. കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ഈ 2-ാം അധ്യായത്തിൽ ആരംഭിച്ച ഈ കർമ്മയോഗ ചർച്ച 3-ാം അധ്യായത്തിൽ വിസ്തരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ പഠിക്കാനാകും. ഉപനിഷത്തുക്കളും കർമ്മത്തെ പാടെ തള്ളിപ്പറയുന്നുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അതും തെറ്റാണ്. ഉപനിഷത്തുക്കളും വേദങ്ങളും എല്ലാം കർമ്മം ചെയ്യുക, കർമ്മത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ കർമ്മയോഗം എന്ന അധ്യായത്തിൽ കർമ്മത്തിൻ്റെ പ്രാധാന്യവും കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും എങ്ങനെ കർമ്മം ചെയ്യണമെന്നും എല്ലാം വിശദമായി ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായി കർമ്മത്തെപ്പറ്റി സംസാരിക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ദിവസം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭസുദിനം.